ഇപ്പാ സമ്മോക്കടുത്ത കുടിക്കല വമ്പം പരിപാടിയാ പറഞ്ഞിട്ടത്. നിങ്ങളാണ്ട് പോയി ഞാണ്ട് പോട്ടട്ടാ. ചോറ് വിളമ്പാനാകുമ്പോത്തിന് അവിടെ എത്തണം. വലിയ കുടിയിരിക്കലാന്ന പറഞ്ഞിട്ടത്. എന്തായാലും വേണ്ടിയില്ല. ഇയാള് ഗൾഫിൽ പോയി നല്ല പൈസ ഉണ്ടാക്കി പോന്നതന്നെയാണ്. അറബിനെത്തി ശരിയാക്കി പോന്നെത്തിയാണോ? എന്തായാലും പോയി നോക്കുക. ആ, അയാൾ അയൽവാസിയാണല്ല പോണത്. ഇയാൾക്ക് കുടിയിരിക്കലും കാര്യങ്ങളൊന്നും ഇല്ലേ? നിങ്ങളൊന്നവിടെ നിന്നാണ്, ഞാനുണ്ട് നിങ്ങളെ കൂടെ. എന്തിനാ മുസേജിന്റെ ഇപ്പൊ വിളിച്ചത്? ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളെ അയൽവാസിയിലെ വബ്ബം പരിപാടിയല്ലേ കുടിയിരിക്കല്. നിങ്ങൾക്ക് പരിപാടി ഒന്നും ഇല്ലേ? കുടിയിരിക്കലും കാര്യങ്ങളൊന്നും ഇല്ലേ? ഈ ചോറ് നിന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാ പോണത്? ഓ എന്റെ അയൽവാസിയാണ്, ഇജ്ജ് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഓൻ എന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വട്ടം പോയിട്ട് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഓൻ കുടിയിരിക്കല് പറഞ്ഞിട്ടില്ല. എനിക്കതുകൊണ്ട് വിഷമമില്ല. ഓൻ മുമ്പ് ഇവിടെ എങ്ങനെ നടന്നിരുന്നത്? ഒരു ഉപ്പില്ല നടന്നിരുന്നാളാ. ഇപ്പൊ ഓന് ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി വലിയ പൈസക്കാരനായി. ഓനക്ക് അനുസരിച്ചുള്ള ആൾക്കാർ, ഓന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ആൾക്കാരെയാണ് ഓനെ വിളിക്കണേ. വണ്ടിയുള്ള ആൾക്കാരെ വിളിക്കുക. ആയിക്കോട്ടെ, സാരല്ല. എനിക്കതുകൊണ്ട് വിഷമമില്ല, ടെൻഷനും ഇല്ല. തൊട്ട അയൽവാസിയായ നിങ്ങളോട് കുടിയിരിക്കല് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുടിയിരിക്കല് ഞാനും പോണില്ലെന്ന്. എനിക്ക് അങ്ങനത്തെ ചോറ് വേണ്ട. ഞാൻ അപ്പുറത്തുള്ള ആളല്ലേ. എന്നോട് കുടിയിരിക്കല് പറഞ്ഞത്. പക്ഷെ നിങ്ങളോടാണ് ആദ്യം പറയേണ്ടത്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുടിയിരിക്കൽ ഞാൻ പോണില്ല. നാളെ മറ്റന്നാൾ എന്റെ വീട് പണി തീരും. ആ കുടിയിരിക്കൽ നിങ്ങൾ എന്തായാലും വരണം. അന്ന് ഞാൻ പാവപ്പെട്ട കുറെ ആളുകൾക്ക് ഞാൻ ചോറ് കൊടുക്കും. അതാണ് നല്ലത്, അതാണ് അന്തസ്. നിങ്ങളോട് പോരി. നമുക്ക് അപ്പുറത്ത് പോയിട്ട് കുറച്ച് ചായ കുടിച്ചിട്ട് നാട്ടു വർത്തമാനം പറഞ്ഞിരിക്കാന്ന്. നിങ്ങളോട് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളിങ്ങോട്ട് പോന്നാണേ. എന്നാൽ നമ്മൾ പോവാ. കാരണം എനിക്ക് അതിൽ വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഹാപ്പിയാണ് മുസേ. എനിക്കൊരു ടെൻഷനും ഇല്ല.